പിന്നെ ചെടികളൊക്കെ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നല്ല സപ്പോർട്ടുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. ആഴ്ചയിൽ 2-3 ദിവസം എൻ്റെ കൂടെ വരും. ഈ ഹൊസൂരിൽ നിന്ന് ഒരു ചെറിയ പീസ് കിട്ടിയതാണ്. ഞാൻ ഇത്ര ആയിരക്കണക്കിന് പ്ലാന്റ് പിന്നെ പോട്ടി മിക്സ് ചെയ്യുന്ന രാസവളം അല്ല ഈ ജൈവവളം മണ്ണ് സ്പ്രേ ചെയ്താൽ കുറച്ചുകൂടെ നല്ല പച്ചപ്പ് കിട്ടും. പക്ഷെ ഞാൻ ഈ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് അധികം ഇങ്ങനെ എല്ലുപൊടി അങ്ങനെ അനുഭവം വെച്ചാൽ ഒരു 5 മില്ലിയൊക്കെ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലിട്ട് സ്പ്രേ. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു റിസോർട്ട് തന്നെയാണ്. നമ്മുടെ മൗണ്ട് സാനഡോ ആണ്. അപ്പോൾ ആ പേര് കേട്ട പലരും ഉണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ കൊല്ലം വൈറലായ നമ്മുടെ തണ്ടേക്കാട് ഏലിയാസേട്ടൻ്റെ ഒരു വീട് ഓർമ്മയില്ലേ? ഇനിയിപ്പോൾ അതും ഓർമ്മയില്ലെങ്കിൽ പൂമതിൽ തീർത്ത നമ്മുടെ ഏലിയാസേട്ടൻ്റെ ഓർമ്മയില്ലേ? സുൽത്താൻ ബത്തേരി അമ്മയപ്പാലത്ത്. അതെ, അന്ന് ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തിന് റിസോർട്ടാണെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ എവിടെയോ ഒരു സ്ഥലത്തൊന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു. അന്ന് മുതൽ ഒരുപാട് കമൻറ്റുകൾ എല്ലാ പ്ലാറ്റ്ഫോമിലും, അതായത് ഫേസ്ബുക്കിൻ്റെ പേജിലായിക്കോട്ടെ, ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ആ വീഡിയോ കണ്ടു. അതായത് മില്യൺ കണക്കിന് ആളുകൾ അതിൻ്റെ റീൽസ് കണ്ടു എന്നുള്ളതാണ്. അതേപോലെ മെയിൻ വീഡിയോ ഏകദേശം 3-3.5 ലക്ഷം ആൾക്കാർ കണ്ടു ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ. അപ്പോൾ അന്ന് മുതലുള്ള ചോദ്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട് എങ്ങനെയായിരുന്നെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ട് ഉണ്ടാവുക എന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ ആഗ്രഹം ഗ്രീൻ ഹെവൻ ഫാമിലിൻ്റെ തീർച്ചയായിട്ടും കാണിച്ചു തരാണ്. ഇതാണ് നമ്മുടെ മൗണ്ട് സാനഡോ. അതിൽ എന്താ പറയുക, വീട്ടിൽ ആ പൂമതിൽ തീർത്തിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് ഒരു രാജുബായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വേറൊരാളാണെങ്കിലും എന്ത് മനോഹരം. എല്ലാം ഏലിയാസേട്ടൻ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പുൽക്കൊടി പോലും വെക്കണമെങ്കിൽ അത് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ്. കാരണം ഇപ്പോൾ കോഞ്ചിയ എന്ന് പറഞ്ഞ പ്ലാന്റിനെ കുറിച്ച് തന്നെ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള നമ്മുടെ ക്യാറ്റ്സ് ക്ലൗവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ക്യാറ്റ്സ് ക്ലൗ എങ്ങനെയാണ് 20-25 വർഷം മുമ്പ് അദ്ദേഹം അദ്ദേഹം അത് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ അങ്ങനെ ഒരു പ്ലാന്റ് കൊണ്ടുവന്നത് സെറ്റ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സ്, ഒരു വിഷൻ, അത് തന്നെയാണ് ഏറ്റവും വലുത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ പോട്ടുകളും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മോൾഡ് അദ്ദേഹം ചൈനയിൽ പോയിട്ട് മോൾഡ് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതും ഒരു വലിയ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ വിഷൻ. അതേപോലെ ഓരോ സ്ഥലങ്ങളിലും എവിടെ നോക്കിയാലും ഒരു സ്ഥലത്ത് പോലും ഒരു 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ ഇട്ടില്ല. ഒരു പാറക്കഷ്ണത്തിൻ്റെ സൈഡിലാണെങ്കിൽ പോലും ഒരു ബാമ്പു എങ്കിലും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ പറ്റുന്ന രീതിയിലുള്ള വലിയ ജൈൻറ്റ് ബാമ്പു അല്ല, സാധാരണ ഇതിൽ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേറെ നമുക്ക് കാണാനുള്ള കാഴ്ചകളാണ്. നമുക്കിതിൽ നിന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെടി സ്നേഹികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് എങ്ങനെ പ്രകൃതിയെ ദ്രോഹിക്കാതെ എങ്ങനെ നമ്മുടെ സ്ഥലവും നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും മനോഹരമാക്കാന്നുള്ളതിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ വീഡിയോ. കാരണം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. അപ്പോൾ എൻ്റെ ഫാമിലിൻ്റെ കിളിയും കൂടെ പോകുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ചെടികൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും നമ്മുടെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അത്തരം കമൻറ്റ് കിട്ടുമ്പോൾ ഈ ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങളാണ്. അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല, ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. മൗണ്ട് സാനഡോ എന്ന് എഴുതിയിട്ടുള്ളത് പോലും എന്തൊരു മനോഹരമാണെന്ന് നോക്കിയേ. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കാണുമ്പോൾ ചെറിയ സൈസായിട്ടൊക്കെ തോന്നും വീഡിയോയിൽ, പക്ഷേ അല്ല, വലിയ സൈസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ സൈസ് നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ ചെറിയ മിനിയേച്ചർ ഗാർഡനിലൊക്കെ, ചെറിയ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോഴും മനോഹരങ്ങളായ കാഴ്ചകളാണ്. ഇതേപോലെ നമ്മുടെ യുഫോർബിയൻ്റെ ഹൈബ്രിഡാണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് മുഴുവനും. അതും ഒരെണ്ണമല്ല ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോൾ കാണാം ഒരു 6, 7, 8 സ്റ്റെമ്മുകൾ ഇങ്ങനെ ശരിക്കും പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഒരു 6-7 സ്റ്റെം. ഇപ്പോൾ ഇത്രയും വലിയ പോട്ടായതുകൊണ്ടാണ്. മിനിയേച്ചർ പോട്ടിൽ വെക്കുമ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ ബുഷായിട്ട് നിൽക്കും. ഇവിടുന്ന് അങ്ങ് നിരന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു 10-15ഓളം പോട്ടിൽ നല്ല ഭംഗിയായിട്ട് ഒരേപോലെ നിൽക്കുക. അതും ഒരു ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ഒരേ യൂണിഫോമിറ്റിയിൽ ഒരേ പ്ലാന്റ് വെച്ച് അതൊന്ന് വളർന്ന് ഒരേ ഭംഗിയിൽ ബുഷായി നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ചയാണ്. ഓരോ ഭാഗത്ത് ഇപ്പോൾ മുകളിൽ നോക്കിയ കലീഷ്യ റെപ്പൺസിൻ്റെ ഒരു 2 ലൈൻ കാണാം. അത് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴാണ് നമ്മുടെ ബോർഡിൻ്റെ പുറകുഭാഗത്തും കലീഷ്യ റെപ്പൺസ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നനയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇത് കണ്ടോ. ഇനി നമ്മുടെ താരമായ ഈ പ്രാവശ്യം താരം, കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ കോഞ്ചിയനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ക്യാറ്റ്സ് ക്ലൗ കയറി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കോഞ്ചിയനെക്കുറിച്ചാണ്. കോഞ്ചിയ ഒരുപാട് സ്ഥലത്തുണ്ട്. ഏറ്റവും മനോഹരം ഇതിൻ്റെ ഈ കളർ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിങ്ക് കളറാണ്. മറ്റുള്ള ഫ്ലവർ പോലെ ഇപ്പോൾ നമ്മുടെ ക്യാറ്റ്സ് ക്ലൗ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ റെഡ് ജെഡ് വൈൻ ആണെങ്കിലും ഒക്കെ ശരിക്കും പൊഴിഞ്ഞ് വീഴുമ്പോൾ, തുമ്പോർജി ആണെങ്കിൽ പോലും നമ്മൾ അടിച്ചു വാരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒട്ടി നിൽക്കും, ഭയങ്കര ഫ്ലഷിയാണ് പൊഴിഞ്ഞ് വീഴുമ്പോൾ. ഇതങ്ങനെയല്ല, ശരിക്കും ഡ്രൈ ആയിട്ടാണ് ഉണങ്ങി വീഴുക. അതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വാരാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ കോഞ്ചിക്ക് അങ്ങനെ ഒരു കൊണ്ട് മാത്രമല്ല,
മാത്രമല്ല ഇതിപ്പോൾ ഈ കാണുന്ന ഈ ഭംഗിയൊന്നുമല്ല, കോഞ്ചിയൻ്റെ ഒരു വലിയ ഭാഗം തന്നെ അപ്പുറത്ത് തന്നെ ഉണ്ട്. കാരണം അതേപോലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ക്യാച്ച് ക്ലബും കോഞ്ചിയാണ് മെയിൻ താരം. ആ സ്ഥലത്ത് ഒരു സിറ്റിംഗ് ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലും അതുപോലെ ഗേറ്റിലും യഥേഷ്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കിയതാണ് ഈ പ്ലാന്റ് കംപ്ലീറ്റ്. വേറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വീട്ടിലൊക്കെ അദ്ദേഹം ഈ കോഞ്ചിയെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊപ്പഗേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും ഇത് ലെയറിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് സ്റ്റമ്മിൽ ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ലെയറിങ് ചെയ്തിട്ടാണ് ഒരുപാട് പേർക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങിച്ചു വെച്ചോളൂ. കാരണം 4 മാസത്തോളം നല്ല ഭംഗിയുള്ള കാഴ്ച, നല്ല കളറ്. ഇപ്പോൾ സിറ്റിംഗ് ഏരിയ ആണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടാണ്, എവിടെ നോക്കിയാലും വ്യത്യസ്തമായിട്ടാണ്. ഏലിയാസ് ചേട്ടൻ ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചേ മതിയാവും. വീട് അങ്ങനെ ആകുമ്പോൾ പിന്നെ റിസോർട്ട് എങ്ങനെയാവുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. എന്തായാലും നമ്മുടെ ഫേൺ ഓർമ്മയില്ലേ, നമ്മൾ എടുത്തിങ്ങനെ കുലുക്കിയിരുന്ന ഫേൺ, ആ ഫേണും ഭംഗിയായിട്ട് നിലത്ത് തന്നെ എർത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് സെറ്റായിട്ടുണ്ട്. എന്നും ഗ്രീൻ ഹെവന് ഇലകളോട് വളരെ കമ്പമാണെന്നുള്ളത് നമ്മുടെ ഫാമിലിക്ക് അറിയാം. അതുപോലെ ക്രോട്ടനൊക്കെ നല്ല ഭംഗിയായിട്ട്, അതും എപ്പോഴും ഒരു പ്ലാന്റായിട്ട് ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല എന്നുള്ളത് അത് തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. കുറച്ച് പ്ലാന്റ് എത്ര ഭംഗിയില്ലാത്ത, ഇപ്പോൾ നമ്മുടെ LCM പറഞ്ഞ പോലെ എത്ര ഭംഗിയില്ലാത്ത ആർക്കും വേണ്ടാത്ത പ്ലാന്റ് ആണെങ്കിൽ പോലും ഒന്നിലധികം എണ്ണം വെക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൈപ്രസ് കണ്ടോ, സൈപ്രസ് ആണെങ്കിലും അതൊരു റിംഗ് ഷേപ്പിൽ വെട്ടിയിട്ട് 2 എണ്ണത്തിന് സെറ്റ് ചെയ്തു. രണ്ടും ഒന്ന് സ്റ്റഡി ആയിട്ടും ഒന്ന് ആർച്ചിട്ട് മുട്ടിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും ആർച്ച് ചെയ്യും, അല്ല സ്റ്റഡി ആയിട്ട് ചെയ്യും. അതിൽ നിന്നും ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പേരെഴുതിയിരിക്കുന്നത് പോലും എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ. ലാൻഡ്സ്കേപ്പ് ചെയ്തു, അതിൻ്റെ മുകളിൽ മെക്സിക്കൻ ഗ്രാസ് വെച്ചു, എന്നിട്ട് വൈറ്റ് ലെറ്റേഴ്സ് ചെയ്തിട്ട് മനോഹരമായൊരു കാഴ്ച. കാരണം നമുക്കും നമ്മുടെ ഇത്രയും വലിയ സൈസിലൊന്നും അല്ലെങ്കിലും ഏതൊരു ഗാർഡനിലും നമ്മുടെ വീടിൻ്റെ പേരോ വീട്ടുപേരോ ഒക്കെ നമുക്ക് വേണം ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളിന് അത്ര സിമ്പിളാക്കിയതല്ല, പക്ഷേ ഇത്രയും സൈസൊന്നും അല്ലെങ്കിൽ കുറച്ച് വളരെ ചെറിയ സൈസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഐഡിയ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ നിങ്ങളൊരു കളകളാരവും കേൾക്കുന്നുണ്ടാവും അല്ലേ, വലിയ ഏതോ ഫൗണ്ടന് മുന്നില്ല അല്ലെങ്കിൽ വലിയ ഏതോ വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത് തോന്നും. അല്ല, ഇതും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിയേ, ഇത് കണ്ടോ. അതും പ്രകൃതിയെ ഒട്ടും ദ്രോഹിക്കാത്ത രീതിയിൽ ഇവിടുന്ന് തന്നെ കിട്ടിയ കല്ലുകളും കാര്യങ്ങളൊക്കെ സ്റ്റോണൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട്, അത് കുറച്ച് ഏരിയയിലല്ല, ഒരു ഭാഗത്തുനിന്ന് വരുന്നു, ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്, സ്പൈഡർ വെച്ചിട്ടുണ്ട്, അതേപോലെ പെന്നിവറ്റ് വെച്ചിട്ടുണ്ട്. വാട്ടർ ബാമ്പു ആണ് ഏറ്റവും മനോഹരമായിട്ട് സെൻട്രലിൽ നിൽക്കുന്നത്. വാട്ടർ ബാമ്പ് നമുക്കൊക്കെ അറിയാം, നമ്മുടെ ശിവോട്ടൻ്റെ വീട്ടിൽ ഒരു ഭാഗത്ത് 2 ഭാഗത്തും, പട്ടിക്കൂടിൻ്റെ ഭാഗത്തും ഓപ്പോസിറ്റ് ഭാഗത്തും നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഐഡിയ ആണിത്. ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ക്രാക്കസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലം നോക്കുമ്പോഴും അതിൻ്റെ ആ അടിയിലത്ത് വെള്ളം വന്ന് ചാടുന്ന സ്ഥലം പോലും ചെറിയ ചെറിയ പെബിൾസ് സ്റ്റോൺ ഒട്ടിച്ചിട്ട് രാജീയമായിട്ട് ഒരു സിറ്റിംഗ് ബെഞ്ചിൽ അതിനും വെറൈറ്റി ഉണ്ട് എന്നുള്ളതാണ്. 2 കാസ്റ്റേണിൻ്റെ ഒരു റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. അതിൽ നമ്മുടെ സ്ക്വയർ ട്യൂബ് വെച്ച് നല്ല രീതിയിൽ, അതായത് റോയൽ ടച്ചുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലിച്ചി ഉണ്ട്. ലിച്ചി എല്ലാവർക്കും അറിയാം, നല്ല ഫ്രൂട്ടാണ്, നല്ല തണുപ്പുള്ള മേഖലയിൽ നന്നായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെടികളെക്കുറിച്ച് പറയാനാണെങ്കിൽ എണ്ണം പറയാൻ കഴിയും. അതായത് വെറൈറ്റി ആണെങ്കിലും ഓരോന്നിനെക്കുറിച്ചും പരിചയപ്പെടുത്തിയാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യേണ്ടി വരും. വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് നമ്മുടെ ബട്ടൺ ഫേണാണ്. അതും അദ്ദേഹം സ്വന്തമായി സെറ്റ് ചെയ്ത പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ പോട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വീട്ടിൽ വന്നപ്പോൾ അന്നും പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം മോൾഡ് കൊണ്ടുവന്ന് ഉണ്ടാക്കിയെന്ന് താഴെ നമ്മൾ ഇൻട്രോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ബട്ടൺ ഫേണുകൾ പോലും എത്ര മനോഹരമായിട്ട്, ഇതിപ്പോൾ പോട്ടിലൊന്നും ഇറക്കി വെച്ചതല്ല കേട്ടോ, കറക്റ്റ് പോട്ടി മിക്സിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ പോട്ട് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് വേറൊരു പോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ട് ഇറക്കി വെക്കാറാണ് പതിവ്. അങ്ങനെയല്ല, അത് ശരിക്കും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. കാരണം നമ്മുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു സ്ഥലം. എന്തെങ്കിലും ഒരു കാലത്ത് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ക്രീപ്പിംഗ് ഫിഗ് കൊണ്ട് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ മതിലുകൾ, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ പ്ലാന്റുകൾ എന്നല്ല, നമുക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ച് ഒരു പച്ചപ്പും, അതേപോലെ നല്ല ഡാർക്ക് പച്ചയിൽ നല്ല റെഡ് കളറായിട്ടൊരു ഫ്ലവർ കണ്ടോ, അതും മനോഹരമാണ്. പിന്നെ ബാമ്പു ഷേപ്പ് ചെയ്ത കാര്യം പറയണ്ട, ഒരു 10-30ഓളം ബാമ്പുകൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാമ്പു ഷേപ്പിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്, അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാതെ. ബിഗോണിയ കണ്ടോ, ബിഗോണിയ നല്ല ഫ്ലവറായിട്ട്. ഈ പോട്ട് പല വലുപ്പത്തിലുണ്ട് കേട്ടോ. ഈ ഒരു പോട്ട് ഈ ഒരു വലുപ്പത്തിലാണെങ്കിൽ തൊട്ട് താഴെയുള്ള പോട്ട് അതിനേക്കാൾ ചെറിയ സൈസിലാണ്. അപ്പോൾ മോൾഡ് അദ്ദേഹം അന്നത്തെ കാലത്ത് തന്നെ കുറേ ടൈപ്പിൽ കുറേ വലുപ്പത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യൂഫോർബിയ ഹൈബ്രിഡ്, അതും ഈ പറഞ്ഞ പോലെ
നല്ല ഫ്ലവറാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഫ്ലവറായിട്ട് ഇപ്പോൾ ഈ സമയത്ത് നിൽക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ കൊഞ്ചിയ, പിന്നെ മെലസ്ട്രോമയുണ്ട്, ഗാർലിക് വെയിൻ ഉണ്ട്. എൻ്റെ സ്വപ്നങ്ങളിൽ ഇതേപോലെ ഫ്ലവറും സ്റ്റെപ്പിൽ ഫുൾ ക്രീപ്പിംഗ് ഫിഗും ഒക്കെ ആണെങ്കിൽ പോലും ഒരു വൈൽഡ് ആംബിയൻസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടി സൈഡിലൂടെ കുറച്ച് ബാമ്പു, അതായത് ക്രീപ്പിംഗ് ബാമ്പു ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷേ മൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായൊരു കാഴ്ച നമ്മുടെ സഫ്ലോറ നമ്മളിപ്പോൾ എവിടെ കണ്ടാലും ഒന്ന് ശ്രദ്ധിച്ച് പോകുന്ന പ്ലാന്റാണ്. കാരണം നമ്മുടെ LCM നമ്മൾ ഈ സഫ്ലോറനെ പ്രണയിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഇത് സഫ്ലോറ തന്നെ കുറച്ച് ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് വേരിയേഷനൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സഫ്ലോറ 2 ഭാഗത്തും വെച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്കും നമ്മുടെ സാൻസോവേരിയ ഒരുപാട് വ്യത്യസ്ത കളർ. ഇത് തന്നെ വെക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് പല രീതിയിലും മാറ്റം വരുത്തി ചെയ്യാം. ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പിൻ്റെ മുമ്പിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് ശരിക്കും. എന്താ പറയുക, ഇവിടെ ഓരോ ഭാഗത്ത് ഇപ്പോൾ ഈ സാൻസോവേരി ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അത്ര ഒരു രസമായിട്ട് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ എലസൈഡനായതുകൊണ്ട് അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ക്രീപ്പിംഗ് ഫിഗ് കയറ്റിയ ഒരു ട്രീൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിൽ അത് കട്ട് ചെയ്ത് ഭംഗിയാക്കിയിട്ട് വെച്ചിട്ട് കണ്ടോ. അപ്പോൾ അതും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ നമ്മുടെ സൈപ്രസ് കണ്ടോ, എന്തെല്ലാം രീതിയിൽ ഒരുപാട് രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും ദിവസം ഒരു പിരമിഡ് ഷേപ്പിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ. അപ്പോൾ നമ്മുടെ സിങ്കോണിയം ബ്ലാക്ക് ഒരു ബോക്സ് അടിച്ചിട്ട് അങ്ങനെ സഫ്ലോറ അതാ വേറൊരു മോഡൽ. ഇപ്പോൾ എവിടെ ചെല്ലുമ്പോഴും സഫ്ലോറ ആദ്യം ശ്രദ്ധിക്കാത്തൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ സഫ്ലോറ എവിടെ ചെല്ലുമ്പോഴും ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉണ്ട്. അതൊക്കെ അവരവരുടേതായ രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര സിമ്പിളായിട്ട്. ഇത് പോട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അതിലൊരു ബോർഡർ പോലെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. അതും ഭംഗിയാണ്. ഇതേ നമ്മുടെ സ്പൈഡർ, അതും രസമാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ക്രിയേറ്റീവായ ഐഡിയാസാണ്. ഇത് നമുക്ക് എങ്ങനെ വേണേലും എവിടെ വേണേലും നോക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ ഇപ്പോൾ ഇത് റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന പാസേജ് പോലും ഫിംഗർ പാങ് വെച്ചിട്ട് എന്തൊരു മനോഹരം, നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും വലിയൊരു ഏരിയ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഓരോ പ്ലാന്റിലേക്ക് നോക്കിയാൽ പോലും ഒരു ഉണങ്ങിയ ലീഫോ ഒരു പഴുത്ത ലീഫോ കാര്യങ്ങളോ ഇല്ലാതെ എത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ. അതേപോലെ അടിയിലൊക്കെ സ്റ്റോൺ വിരിച്ച് ഓരോ ഭാഗത്തും എവിടെ നോക്കിയാലും ഭംഗിയുള്ള കാഴ്ച. എവിടെ പ്ലാന്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇത് ഈ ഒരു സ്ഥലം തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഒരു തരത്തിലും ഒരു പോയിന്റിൽ പോലും, ഈവൻ ബാത്റൂമിൽ പോലും ഒരു ചെറിയ പ്ലാന്റെങ്കിലും ഇല്ലാത്തൊരു സ്ഥലം, ഒരു ഇഞ്ച് സ്ഥലം കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ചിട്ടാണ് കാണാറ്. പക്ഷേ ഇത് കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ലൈവാണ്, ഒറിജിനൽ പ്ലാന്റാണ്. ഇനി ഇവിടെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിലും അപരിചിതമായ നമ്മുടെ പ്ലാന്റുകളൊന്നും പറഞ്ഞ് പരിചയപ്പെടുന്നില്ല. വീഡിയോ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിന് മുകളിലെങ്കിലും ഏറ്റവും ചുരുക്കി എടുത്താൽ പോലും. ടോർച്ച് ജിഞ്ചർ കണ്ടോ, ടോർച്ച് ജിഞ്ചർ ഇതേപോലെ നല്ല ഫ്ലവറായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലാണ് ഫ്ലവർ. അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു വ്യത്യസ്തമായ കാഴ്ച കാണിച്ചു. ഇത് കണ്ടോ, ശരിക്കും അതാ ഞാൻ പറഞ്ഞത്, എവിടെ പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇത് ഒരു കുരുവി കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ. സിമ്പിളായിട്ട് ചെയ്ത ഒരു കാര്യം ഇത് കണ്ടോ. അപ്പോൾ പറവകളും കിളികളും ഒക്കെ ആകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സും ഉണ്ട് കേട്ടോ. ഒരു പോട്ടിൽ ഇപ്പോൾ നമ്മൾ ബോഗൻവില്ല ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്തമായിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ പോട്ടിൽ വെച്ചിരിക്കുമ്പോൾ കാണുന്നൊരു ഭംഗി, ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന വ്യൂ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, നല്ല ക്ലൈമറ്റാണ്. പിന്നെ അത്യാവശ്യം പ്ലാന്റും പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് താമസിക്കണം എന്ന് തന്നെയാണ് പറയുക. ഇതൊരു സ്നാക്സ് ഏരിയയാണ്. ആ ഏരിയ പോലെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ശരിക്കും ഇത് കണ്ടോ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ അവസാന വാക്ക് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അത്ര മനോഹരമാണ്. ഇനി ഇപ്പോൾ അങ്ങോട്ട് പോയി കാണിക്കണം ഇങ്ങോട്ട് പോയി കാണിക്കണം എന്നറിയാത്തൊരു കൺഫ്യൂഷനിലാണ്. കാരണം അതെ ഇത് കണ്ടോ, നമുക്ക് വയനാട്ടിൽ അല്ലെങ്കിൽ തണുപ്പുള്ള മേഖലകളിൽ കാറ്റക്സ് ഒന്നും സെറ്റാവുന്നില്ല എന്നൊരുപാട് പരാതി ഒരുപാട് ആളുകൾക്കുണ്ട്. പക്ഷേ അതിൻ്റെ പരിഹാരമാണ്, എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. ശരിക്കും പെബിൾസൊക്കെ വെച്ച് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് വലിയ വാഹനങ്ങളുടെ ഡ്രമ്മാണ്, ഡിസ്ക്കാണ്. ആ ഡിസ്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫാനില്ലേ, സാധാ ഫാനിൻ്റെ കവർ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുക. അത് ഇത്രയും ഡ്രൈനേജ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലാന്റിന് ഒരു പ്രശ്നമില്ല. ഇതിപ്പം ഓപ്പൺ ഏരിയയിലാണ് ഇരിക്കുന്നത്, ഒരു പ്രശ്നമില്ലാതെ മഴയും വെയിലൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഡ്രൈനേജ് തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ അല്ല, രണ്ടാമത്തെ ഒരെണ്ണം കൂടി അവിടെ ഒരെണ്ണമുണ്ട്. അതേപോലെ തന്നെ അത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ടും കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും അതിലുള്ള എല്ലാ പ്ലാന്റുകളും ഇതിലുണ്ട്, ഇതിലെല്ലാ പ്ലാന്റും അതിലുമുണ്ട്. സൈക്കസ് നിൽക്കുന്നത്, സൈക്കസ് പല സ്ഥലങ്ങളിൽ എർത്തിൽ പോലും കണ്ടിട്ടുണ്ട്. ഇത്രയും ബേബീസ് കുട്ടികളായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് എർത്തിൽ നിൽക്കുന്നതും അല്ല, പോട്ടിലാണ് നിൽക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ അല്ല, ശരിക്കും ലോറിയുടെയോ ബസ്സിൻ്റെയോ ഒക്കെ ഡിസ്ക്കാണ്. ആ ഡിസ്കിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നോക്കിയേ, ഇത് കണ്ടോ,
ഒരു ഡിസ്കിൻ്റെ മുകളിൽ ഇത്രയും ബേബീസ് ആയിട്ട് ഒരു സൈക്കസ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതിശയം തന്നെയാണ്. വയനാടിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, ഞാനൊരു വയനാട്ടുകാരനാണ്. ഭംഗിയുള്ളൊരു കാഴ്ച ഇവിടുന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ മൗണ്ടൻ ആയിക്കഴിഞ്ഞാലും പിന്നെ നമ്മുടെ റിസർവോയർ ആയിക്കഴിഞ്ഞാലും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. ഒരു ഐഡിയ ആണ്, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു പാസേജ് ഉണ്ടെങ്കിൽ ആ പാസേജിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്ക്വയർ പൈപ്പ്, സാധാരണ ഒരു 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു ആർച്ച് അടിച്ചിട്ട് അത് വളരെ വിട്ടാണ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഓടയോ ബാമ്പോ ഒക്കെ വെച്ചിട്ട്, ഇതിപ്പോൾ ഓടയാണ് വെച്ചിട്ടുള്ളത്, ഓട വെച്ച് അതിന് ഡെക്കറേറ്റ് ചെയ്തു. അത് കൂടാതെ അതിനെ ഒരു മനോഹരമാക്കാൻ വേണ്ടി ഒരു കേർട്ടൺ പോലെ തന്നെ നമ്മുടെ സാധാരണ ചൂടിയില്ലേ, നമ്മുടെ കൊടി കെട്ടുന്ന ചൂടി അല്ലെങ്കിൽ വള്ളിച്ചൂടി എന്നൊക്കെ പറയും, അതായത് കയറുകൊണ്ടുണ്ടാക്കുന്ന ചൂടി, ആ ചൂടിയെ മനോഹരമായിട്ട് അതൊരു കേർട്ടൺ പോലെ സെറ്റ് ചെയ്ത് ഇപ്പം ഇത് ക്യാച്ച് ക്ലവ് ആണ് കയറ്റിയിട്ടുള്ളത്. ക്യാച്ച് ക്ലവ് സെറ്റായി വരുന്നുള്ളൂ. ഇതിൽ ഒരുപാട് പ്രിൻസസ് വൈൻ ചെയ്യാം, ക്യാച്ച് ക്ലവ് ചെയ്യാം, നമ്മുടെ തുമ്പോർച്ചയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തൂങ്ങി നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ക്രീപ്പിംഗ് ബാമ്പു ചെയ്താലും ഒരു നല്ല ഭംഗിയുള്ള ഒരു പാസേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഐഡിയ ആയിട്ട് സ്വീകരിക്കുക. കാരണം കുറേ ആൾ എന്ന് വിചാരിച്ച് കാണുന്നവർക്കൊന്നും ഐഡിയ ഇല്ലാത്തവരാണെന്നല്ല അതിൻ്റെ അർത്ഥം. ചില ആളുകൾക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ ഐഡിയാസ് കാണുമ്പോൾ വീണ്ടും ഇങ്ങനെ ഇത്തരം കാഴ്ചകളുമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു പാറപ്പുറമാണ്, അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് പോലും പച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല വെയിലടിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കുറച്ചൊരു മങ്ങി നിൽക്കുന്നത്. ഒരു പാറപ്പുറത്ത് പോലും എത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് നോക്കി. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും അതും സൈപ്രസ് കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലേറെ ഭംഗിയായിട്ട് നോക്കി ഇവിടെ ഒരു സംഭവം കാണാനുണ്ട്. ഇത് കണ്ടോ, ഇതും മനോഹരമായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു റിങ് പോലെ, ഒരിക്കലും വേറൊരു സപ്പോർട്ടൊന്നുമില്ല. ആ പ്ലാന്റിൻ്റെ തന്നെ സ്റ്റെമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ജോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് കാണുന്ന, നമ്മുടെ പ്രകൃതി സ്നേഹികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്നത് നമ്മൾ ആ പറഞ്ഞ നേരത്തെ സ്റ്റെപ്പിലുള്ള ക്രീപ്പറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, രണ്ടാമത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള 3 പൂളുകളാണ്. വ്യത്യസ്തമായ 3 പൂളുകൾ എന്ന് പറഞ്ഞാൽ അതും എലിസേട്ടൻ്റെ ഒരു സ്കില്ല് അതിൽ കാണാൻ സാധിക്കും. എവിടെ നിന്ന് അത് ഷൂട്ട് ചെയ്താൽ, എപ്പോൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഏരിയ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യൂ കിട്ടുന്നത്. ആ വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറ്, ആ കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള വൈറ്റ് അത് ഉങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഉങ്ങിന് വെയിലടിച്ച് പൊള്ളലാക്കാതിരിക്കാൻ വേണ്ടി കുമ്മായം കാര്യങ്ങളൊക്കെ അടിച്ച്, അതും ഒരു വൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭംഗിയുള്ള കാഴ്ചകളാണ് എങ്ങനെ നോക്കിയാൽ. അവിടുന്ന് ഇങ്ങോട്ട് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ കയറി നോക്കിയതാണ്, അത്രയും മനോഹരം. അവിടുന്ന് നേരെ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാരാപ്പുഴ ആ ഡാം സൈറ്റ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. ചെരിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റെപ്പായിട്ട്, അതും ഇതൊന്നും ചെയ്തിട്ടുള്ളത് പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല വലിയ കോൺക്രീറ്റ് തൂണുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ, അത് ആ ലാൻഡ്സ്കേപ്പ് എങ്ങനെയുണ്ടോ അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബിൽഡിങ്സുകളാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ യുജീന നോക്കിയേ, ഒരു പെട്ടി പോലെ, ഒരു കണ്ടെയ്നർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും ചെയിൻ്റെ ആയിട്ടുള്ള സൈസിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അവിടുന്ന് പോകുന്ന കഴിഞ്ഞാൽ പൂളാണ്. പൂളിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ സാൻഡ് പേപ്പർ വൈനും നമ്മുടെ കോഞ്ചിയ സാൻഡ് പേപ്പർ വൈൻ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കണ്ടാലോ. ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്, പക്ഷെ അവർ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് സീസണാണ് നല്ല രീതിയിൽ, അതായത് കോഞ്ചിയ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളത്. ഇത് ഉണങ്ങി വീഴുമ്പോഴാണ് ഏറ്റവും ഭംഗി എന്നാണ് ഞാൻ പറയുക. ഡ്രൈ ഫ്ലവറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് വീഴുന്നത് ഒരു പമ്പരം പോലെ. പണ്ടത്തെ ആൾക്കാരൊക്കെ, അല്ലെ കുറച്ച് മുമ്പുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം, മുരിക്കിൻ്റെ പൂവ് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന സമയത്ത് അതിൻ്റെ സീഡ് പൊഴിഞ്ഞ് വീഴുമ്പോൾ ഇങ്ങനെ പമ്പരം പോലെ കറങ്ങിയിട്ട് വീഴുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവറും വീഴുക. ശരിക്കും കോഞ്ചിയ നല്ലൊരു പ്ലാന്റാണ്, നമുക്ക് വളർത്താം. 4 മാസത്തോളം ഒരു ഡിഫറൻറ്റ് കളർ. അങ്ങനെ 100 രൂപ 110 രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹെൽത്തി പ്ലാന്റ് അത്യാവശ്യം എല്ലാ നഴ്സറിയിലും കിട്ടും. ഇത്ര പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്നത്, നമുക്ക് ഇതിൻ്റെ ബിസിനസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. കാഴ്ചകളൊക്കെ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളാണ്. കാരണം ഒരു പ്ലാന്റ് തന്നെ ഡിഫറൻറ്റ് വെറൈറ്റി മെത്തേഡ്സിൽ പല ടൈപ്പ് ഓഫ് സ്കില്ലുള്ള ആളുകളാണ്. അവരൊക്കെ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള അവരവരുടെ ഐഡിയയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ മാക്സിമം എത്രത്തോളം ഐഡിയാസ് ഒരു പ്ലാന്റ് കൊണ്ട് തന്നെ കാണിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരികയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഫാമിലിയിലേക്കും കൂടെ എത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടുകളൊക്കെ നമുക്ക് വേണം ഇതുപോലെ മനോഹരമാക്കാം. അത് ഒരു കാര്യം പറയാണ്ട്, മൃഗങ്ങളെ ഇഴജന്തുക്കളെ ഒന്നും പേടിയില്ലാത്തവർക്കേ പറ്റുള്ളൂ കേട്ടോ. കാരണം പല വീഡിയോകളിലും കമൻറ്റുകൾ അത് കാണാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ശ്രദ്ധ ഉണ്ടാവും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഇതേപോലെ ക്രീപ്പിംഗ് ബാമ്പ് വെക്കാം, സൈഡിൽ ഇങ്ങനെ ക്ലേ ജാളികൾ വെക്കാം, ക്രീപ്പിംഗ് ഫിഗ് കയറ്റിയിട്ടൊക്കെ നല്ല മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം, ഒന്നെങ്ങനെ റിനോവേറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് പ്ലാന്റുകളെ സ്നേഹിക്കുന്നവർക്ക്. പാറപ്പുറത്ത് പോലും അതിൻ്റെ സൈഡിൽ അടിയിലൊക്കെ പാറകൾ തന്നെയാണ്, ചെറിയ പാറ. അതൊന്നും ഇളക്കി മാറ്റാതെ, അതൊന്നും കോൺക്രീറ്റ് ചെയ്ത് നശിപ്പിക്കാതെ, അതിൻ്റെ ഒരു പോയിൻറ്റ് സീറ്റ്, ഡബിൾ കളർ പോയിൻറ്റ് സീറ്റ്, 2 കളർ പോയിൻറ്റ് സീറ്റ് വെച്ചിട്ട്
അതും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത്. നിലത്ത് എർത്തിൽ വെച്ചതുകൊണ്ട് തന്നെ 2-3 വർഷം കഴിഞ്ഞ പ്ലാന്റാണെന്ന് തോന്നുന്നു. കാരണം നല്ല തണ്ടിനൊക്കെ നല്ല വണ്ണുണ്ട്. ഇങ്ങനെയും നമുക്ക് മനോഹരമാക്കാം. പുറകിലേക്ക് നോക്കിയാൽ നമ്മൾ കണ്ട നേരത്തെ ക്രീപ്പിംഗ് ബാമ്പും ക്ലാജാളിയൊക്കെ വെച്ച സ്ഥലം, അവിടെ നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വൈറ്റ് പോട്ടിൽ ഇഷ്ടം പോലെ യഥേഷ്ടം നമുക്ക് ബോഗൻ വില്ലകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ബോഗൻ വില്ലകൾ നിൽക്കുന്ന ആ പാസേജ് എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ, അതിനേക്കാൾ ഉപരി ആ സൈഡിലേക്ക് ഒന്ന് നോക്കി വലിയൊരു പാറ അവിടെയും ഉണ്ട്. അതിനെയും ദ്രോഹിക്കാതെ അതിൻ്റെ അടിയിലും പ്ലാന്റുകളൊക്കെ വെച്ച് അതിൻ്റെ അടിയിൽ ഒരു ബെഞ്ചൊക്കെ വെച്ച് നല്ല മനോഹരമായ കാഴ്ച. എത്രത്തോളം ആണ് പറയാൻ തോന്നുന്നത് വെച്ചാൽ, നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ട്, ഇത് നമ്മളെ ഗ്രീൻ ഹെവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാന്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ കൂടെ ഇന്ന് വരെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദ്യം മുതലേ ഉള്ളൊരു പ്ലാന്റാണ്. എന്നും ഇതിനെ നിലനിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ആ 2 വെറൈറ്റിയിൽ ഏറ്റവും മനോഹരമായ വെറൈറ്റി ഇതാണ്. ശരിക്കും ബ്ലീഡിംഗ് ഹാർട്ട് പോലെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി ഡ്രോപ്പ് ബ്ലഡ് താഴേക്ക് പോരുന്ന രീതിയിൽ തന്നെയാണ്. ശരിക്കും വൈറ്റ് പോട്ടിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എപ്പോഴും ഞാൻ ഹൈബ്രിഡ് ബോഗൻവില്ലകൾ ചെയ്യുന്നവരോട്, മൾട്ടി കളർ ചെയ്യുന്നവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയുന്നവരോടൊക്കെ പറയുന്നത് 2 കളർ ചെയ്യുക. അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട വൈറ്റിനോട് കൂടി ഏതൊരു കളർ ചേർന്നാലും അത് മനോഹരം തന്നെയാണ്. ആ ജേഡുവൈൻ്റെ പിക്കോക്ക് അല്ലെങ്കിൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഇത്രയും അടുത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, വലുതാണ്. ഓൾ സീസണാണ്, എല്ലാ സീസണിലും ഉണ്ടാവുകയും ചെയ്യും. റെഡ് ജെഡുവൈൻ നമുക്ക് ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ മഴ തുടങ്ങുന്ന സമയത്ത്, തണുപ്പുള്ള സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, 2 രീതി കേട്ടോ. അത് ഉണ്ടാകുമ്പം ഭംഗിയായിട്ട് ഒരുപാട് ബഞ്ചസ് ഉണ്ടാവും. ഇത് എല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഓരോന്ന് കിട്ടുള്ളൂ. പക്ഷേ ഓരോന്ന് കിട്ടുള്ളെങ്കിൽ ആ കിട്ടുന്നത് ഭംഗിയാണ്. ഇത് എനിക്ക് ഹൊസൂരിൽ നിന്ന് ഒരു ചെറിയ പീസ് കിട്ടിയതാണ്, ഒരു 7-8 വർഷം മുമ്പ്. അതിൽ നിന്ന് ഞാൻ ഇത്ര ആയിരക്കണക്കിന് പ്ലാന്റ്, അത് പക്ഷേ അത് ഉണ്ടാക്കിയത് മനോജാണ്. മനോജിൻ്റെ കയ്യൊപ്പ് ഈ സ്ഥാപനത്തിൽ എവിടെ നോക്കിയാലും കാണുന്നുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ സ്ഥാപനത്തിൽ കയ്യൊപ്പുണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ആളെ കിട്ടാൻ കുറച്ച്, പക്ഷേ സംസാരിക്കാനേ മടിയുള്ളൂ, പണിയെടുക്കാൻ ഒരു മടിയുമില്ല. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യൂഫോർബിയ ഒരു ചെറിയ കഷ്ണം കിട്ടിയാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്ലാന്റിൽ ഒരു 60% മുകളിലും ഇപ്പോൾ യൂഫോർബിയ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം ചെറുത് കിട്ടിയിട്ട് അതിനെ വളർത്തി വലുതാക്കാൻ ഐഡിയ ഒക്കെ ഇലസട്ടം കൊടുത്താലും ആള് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ആണ്. 2 പേരെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒന്ന് നമ്മുടെ രാജുബായും, ഇവർക്കൊരു ടീമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. മനോജിന് നല്ലൊരു ടീമുണ്ട്. ഇതിൻ്റെ പോട്ടി മിക്സുകൾ എന്താണ് ശരിക്കും? ഇത്തരം ബോക്സുകളിലൊന്നും ഇപ്പം ഞാനിപ്പോൾ കുറേ ലക്കി ബാമ്പ് കണ്ടു, ബിഗോണിയ കണ്ടു, ഒരുപാട് സംഭവങ്ങൾ കണ്ടു. ഇതിനെയൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ബോക്സ് അടിച്ചിട്ട് ചട്ടിയിൽ കൊണ്ട് വെക്കുക ചെയ്യാം, മറ്റെവിടെയും സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ട് വെക്കുക ചെയ്യാം. ഇത് അങ്ങനെയല്ല, ഇതിൽ നിലനിർത്തിയിട്ട് തന്നെ തരില്ല. അതെങ്ങനെ ചെയ്തു? അത് ഞങ്ങൾ പോട്ടി മിക്സ് ചെയ്യുന്നത് രാസവളം അല്ല, ഈ ജൈവവളവും മണ്ണ് ചകിരിച്ചോറ് മിക്സ് ചെയ്ത്. എന്തൊക്കെയാ അതിൻ്റെ പോട്ടി മിക്സ്? എന്തൊക്കെയാണ്? അത് ചകിരിച്ചോറ്, പിന്നെ മണ്ണ്, ചാണകപ്പൊടി ഉപയോഗിക്കും. ഈ 3 സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഇതിൽ മിക്സ് ചെയ്ത് നിറയ്ക്കുന്ന ഈ ബോക്സുകളിൽ. മണ്ണ്, മണല്, ചാണകപ്പൊടി. മണ്ണ് ഉപയോഗിക്കില്ല, കാരണം ഇവിടെ മണലിന്റെ പറ്റുള്ള കൂടുതലുള്ളതുകൊണ്ട് മണ്ണും ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി കൊടുക്കും. ഇപ്പൊ സാധാരണ ബേസിക് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി തന്നെയാണ് മെയിൻ ആയിട്ട് ഒരു പ്ലാന്റുകൾക്ക് വേണ്ടത് അല്ലേ? ഇനി എന്താണ് ഒരു പ്ലാന്റ്സിന് എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു ചെടി? ഇപ്പൊ ഇത്രയും ഭംഗിയായിട്ട് ചെടികൾ ഇപ്പൊ കേട് ഉണ്ടാവാം, മറ്റുള്ള പുഴുക്കളുടെ ശല്യം ഉണ്ടാവാം, അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഈ ഗസ്റ്റുകൾ അധികം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ മരുന്നുകൾ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ നോക്കുക എന്നേ ഉള്ളൂ. രഹസ്യം അങ്ങോട്ട് പോരട്ടെ. കൂടുതൽ പറയാനില്ല, കാരണം നമ്മളിങ്ങനെ അപ്പപ്പ കാണുന്നതിന് അപ്പപ്പ മരുന്നടിക്കുക, അങ്ങനെ കൊണ്ടെടുക്കുക. ഞാനിതൊന്നും അല്ലാത്ത രഹസ്യം പറയട്ടെ, ഇതിനെ സ്നേഹിക്കുക. അതായത് മാത്രം നമുക്ക് അതിനോട് ചെയ്യാൻ പറ്റും. ഡെയിലി ഇങ്ങോട്ട് പോയി നോക്കുക, ഇവരൊന്ന് തൊട്ട് തലോടുക, ഒന്ന് സംരക്ഷിക്കുക. നല്ല സംതൃപ്തി കിട്ടും നമുക്ക് മനസ്സിന്. ചെയ്യുന്ന വർക്കാണെന്ന് നമുക്ക് തോന്നില്ല. ഇപ്പോൾ ഞാൻ മനോജേട്ടനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മനോജേട്ടൻ ഇതൊരു ജോലിയായിട്ട് കണ്ടിട്ടില്ല. അത് നമ്മുടെ സാറ് ഇടയ്ക്ക് പറയും ചെയ്യും. കാരണം നമ്മൾക്ക് ഈ കൃഷി ഇങ്ങനെ പരിപാലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ജോലിയല്ല. കാരണം അന്ന് കണ്ടിന്യൂ വന്ന് എല്ലാം ചെയ്യുക, അങ്ങോട്ട് പോവുക. സാറിനറിയാം എന്നെ, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണെന്നറിയാം. അല്ല, ഇഷ്ടമാണെന്ന് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പച്ചപ്പ് നിലനിർത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഞാൻ മറ്റേതില്ലേ DAP കലക്കി വയ്ക്കും. DAP എന്നൊരു രാസവളം. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കൂടുമ്പോൾ അത് ഒഴിക്കും? അത് മാസത്തിൽ 2 പ്രാവശ്യം. 19 സാധനമുണ്ട്. അതും സ്പ്രേ ചെയ്താൽ കുറച്ചുകൂടെ നല്ല പച്ചപ്പ് കിട്ടും. പക്ഷെ ഞാൻ ഈ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് അധികം ഇങ്ങനെ എല്ലുപൊടി, അങ്ങനെ ചെറാമിലുകളാണ്. അതായത് രാസവളങ്ങൾ കുറച്ചിട്ട്, അതായത് കൂടുതൽ നിൽക്കേണ്ട പ്ലാന്റുകളെ രാസവളം കൊടുക്കൂല അധികം, അല്ലാത്തതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് പുഷ്ടിപ്പിച്ച് വിടും. എത്ര അനുപാതത്തിലാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്? അനുപാതത്തിൽ ഒരു 5 മില്ലിയൊക്കെ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്യാം. പിന്നെ 1 കിലോ DAP എടുത്തിട്ട് 100 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, അല്ല 10 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, എന്നിട്ട് കുറച്ചൊക്കെ കലക്കി വയ്ക്കുക. വീണ്ടും ഡൈലൂട്ട് ചെയ്യും. ആദ്യം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കും, അതിനുശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി ഡൈലൂട്ട് ചെയ്തിട്ട് പിന്നെ ഒരു അര കപ്പ് വീതം ഓരോ ചെടികൾക്ക് ആ ചെടി പറഞ്ഞാലും സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആള്
ഇത്ര മനോഹരമായിട്ട് സംസാരിച്ച കണ്ടോ, എന്നെ കണ്ടിട്ട് 3 റൗണ്ട് ഓടിപ്പോയ ആളാണ്. അപ്പോൾ ആൾ ഇത്ര മനോഹരമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കും ഇങ്ങനെയാണ്, ഒരു ചെടികളെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന എന്താ പറയുക, ആദ്യമൊക്കെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവരെന്ത് ചോദിക്കുന്നുള്ളൊരു ഭയം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷോ കാര്യങ്ങളോ അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ചെടികൾ ചെയ്യുന്നവരോട് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഭംഗിയായിട്ട് ചെടികളെ ചെയ്യുന്ന ഒരാളോട് ധൈര്യമായിട്ട് ചോദിക്കാം, എന്താണ് ചെടികൾ ചെയ്യുന്നവരോട് പറയാനുള്ളത്? അത് പറയാനുള്ളത് വെച്ചാൽ നല്ലത് ചെടികൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പരിപാലനം നല്ല ഭംഗിയായിട്ട് കൊണ്ടെടുക്കുക, ഇടയ്ക്ക് നോക്കാതിരിക്കരുത്, കറക്റ്റ് നനവുകൾ കൊടുക്കുക. ഈ പോയിന്റ് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. കാരണം ഒരുപാട് ആളുകൾ ചെടി ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം, ഇപ്പോൾ ഈ റിസോർട്ടിൽ വന്ന ഒരാൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ പറയുന്നു അയാൾ ഒരു 10 ചെടി വാങ്ങിയിട്ടേ വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ ആ ഒരു ഭംഗി കണ്ടിട്ട് ഒരിക്കലും വാങ്ങി വീട്ടിൽ പോയിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ടുവരാതെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം വളർത്തുക. ഏറ്റവും വലിയ പോയിന്റ് വീണ്ടും, കാരണം ചെടികളെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ്, അവരോട് സംസാരിക്കും, അവരെ തൊട്ടുതല ഒരുപാട് കാഴ്ച ഞാൻ നിങ്ങളത് കെട്ടിപ്പിടിക്കാൻ പോകും. കാരണം എനിക്കൊരു രക്ഷയില്ല, കാരണം ഇത്രയും മനോഹരമായിട്ട് കൊണ്ടിറക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും അങ്ങനെ എന്താ പറയുക, എന്നിട്ട് നമ്മളെ കണ്ടിട്ട് ഓടിയായിരുന്നിട്ടോ, അത് ഞാൻ മറക്കൂല. അപ്പോൾ ഇനിയും കുറച്ച് കാഴ്ചയിലൂടെ നമുക്ക് കാണിക്കാണ്ട് ഒരുപാട് സന്തോഷത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പൊ നനയ്ക്കാൻ താമസിച്ചതിൽ സോറി ചോദിക്കുന്നത് പോയിക്കോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കണ്ടതിലേറെ കാഴ്ചകൾ ഇനി കാണാനുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് ലോങ് വീഡിയോ ആയി. ഇനിയിപ്പോൾ പറയാത്ത 2 കാര്യങ്ങളുണ്ട്. ഇത് എവിടെയാണ് സ്ഥലം എന്നും അതുപോലെ എലിയാസേട്ടനെയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡോമിനെക്കുറിച്ചും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് 2 നമുക്ക് ചോദിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എലിയാസേട്ടനെയും ഫാമിലിനെയും പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം ഇനിയില്ല. ഓൾറെഡി ഒരുപാട് ആളുകൾ കണ്ടു, റീൽസൊക്കെ മില്യൺ കണക്കിന് ആളുകൾ കണ്ടു, മെയിൻ വീഡിയോയും കണ്ടു. അപ്പോൾ എലിയാസേട്ടാ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, കറക്റ്റ് പ്രോപ്പർ എവിടെ സ്ഥലം എന്നും, ഇത് വീടല്ല, ഇത് അമ്പലവയലാണ് സ്ഥലം. വയനാട് ജില്ലയിലെ അമ്പലവയലിൽ ചീങ്ങേരിമലയുടെ ഒരു മിഡിൽ ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. ഇതെൻ്റെ ഒരു മോനാണ്. അന്ന് വീട്ടിൽ നിന്ന് പരിചയപ്പെട്ട ആളുടെ കൂടെ ഉള്ള ആളാണ്. ഒരു ടിൻസാണ്. മോൻ്റെ പേര് ജോയൽ. പേര് മാനുവൽ. എന്താ ചെയ്യണേ? ഞാൻ CA. പിന്നെ മൂത്തൊരു മോളുണ്ട്, അവളുടെ പേര് ബെനറ്റ്. അവളും ഹസ്ബൻഡും കാനഡയിൽ സ്ഥിരതാമസമാണ്. പിന്നെ ഡോം നമ്മൾ കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഏകദേശം 3.5 വർഷമായി. നല്ല അഭിപ്രായമാണ്, ഗസ്റ്റിനൊക്കെ നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ അതിൻ്റെ വേറൊരു ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 8 എണ്ണം വരുന്നുണ്ട്. ഒരു അടുത്ത മാസം പൂർത്തിയാവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിൻ്റെ റൂഫ് ഗ്ലാസ് ആണ്. കുറച്ചുകൂടെ എലഗൻ്റാണ്, കാണാനൊക്കെ ഭംഗിയുണ്ടാവും, ഗസ്റ്റിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. റൂഫ് എന്താ? ഇതിൻ്റെ ടെൻസിൽ ഷീറ്റാണ്. അപ്പോൾ അത് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ നിലവിൽ എത്ര എണ്ണം ഉള്ളത് നമുക്ക്? ഇപ്പോൾ 6 എണ്ണം. ഇനി വരുന്നത് 8 എണ്ണം വരുന്നത്. അതിൻ്റെ വർക്കാണ്. അത് വർക്ക് തീരുമ്പോൾ നമുക്ക് അതൊരു 2 മാസം കൊണ്ട് തീരും. അത് കഴിയുമ്പോൾ വന്നിട്ട് ഷൂട്ട് ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, അത് വർക്ക് കഴിഞ്ഞ് ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ചെയ്യാം അല്ലേ. അപ്പോൾ വീഡിയോസൊക്കെ നമ്മളെടുത്തു. എലിയാസേട്ടൻ പിന്നെ വരാതിരുന്നു. എലിയാസേട്ടൻ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സംഭവം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മനോജേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ ചെടികളൊക്കെ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നല്ല സപ്പോർട്ടുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. ആഴ്ചയിൽ 2-3 ദിവസം എൻ്റെ കൂടെ വരും. ഇത് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും. ചെടികളൊക്കെ സെലക്ട് ചെയ്യുന്നതിന് കൂടെ വരികയൊക്കെ ചെയ്യും, കൂടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല, പറഞ്ഞ ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കുന്നില്ല എന്നൊക്കെയാണ് കമൻറ്റിലൂടെ വന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ഉണ്ടെന്ന് 100% ഉറപ്പാണ്. മോനാണെങ്കിലും മക്കളാണെങ്കിലും. മോളെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, 2 പേരെ കണ്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1-2 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഷൂട്ട് ചെയ്താൽ ഇതിൻ്റെ നൈറ്റ് വൈബ് എന്ന് പറയുന്നത് വേറൊരു റേഞ്ചാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, വീണ്ടും എത്തും. അപ്പോൾ ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാണില്ല. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, ആ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ മുൻ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.